അതിൻ്റെ ആക്ടേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻ ആൾക്കാരാണെങ്കിലും ഇവരുടെ അറിവില്ലായ്മ മുതലെടുത്തുകൊണ്ടും അത് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ അവെയറാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അപകട മേഖലയിൽ കൂടിയാണ് പ്രൊഡ്യൂസർ സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള അതിനുവേണ്ടിയാണ് ഈ കണക്കുകൾ പ്രസിദ്ധീകരിച്ചത്. ഇങ്ങനെ ഈ സെയിൽസോ കാര്യങ്ങളോ ഉണ്ടോ, നമ്മുടെ പടത്തിന് എന്ത് കോസ്റ്റ് വരും, എത്ര ഡേയ്സാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ആ ഫിക്സ് ചെയ്യുന്ന ഡേറ്റിൽ പടം തീരുമോ, ആർട്ടിസ്റ്റിനൊക്കെ ഇങ്ങനെ ആണോ വെക്കേണ്ടത്, ടെക്നീഷ്യൻ, ഇതൊക്കെ പഠിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഗൈഡ് ലൈനാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പലരും പറയാറുണ്ട് ഈ പടത്തിന് ഇത്ര കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഇന്നമാതിരി തിയേറ്ററിൽ കളിച്ചു കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും, അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ OTT ബിസിനസ് നടക്കും, സാറ്റലൈറ്റ് ബിസിനസ് നടക്കും. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും അവെയർ അല്ല, ഇപ്പം ആ ബിസിനസ്സേ ഇല്ല. ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് 100 crores എന്നുള്ള ഒരു ഫിഗർ കണ്ടെത്തി. അതൊന്നും പണ്ട് ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പടം ഇത്ര ദിവസം ഓടി. കോടി ക്ലബ്ബും ഇല്ല, മറ്റേതുമില്ല. ദിവസ ക്ലബ്ബാണ് നമുക്കുണ്ടായിരുന്നത്, ആഴ്ച ക്ലബ്ബായിരുന്നു. സോക്കോൾഡ് അവാർഡ് പിക്ചേഴ്സിന് ഇപ്പം വലിയ പ്രസക്തിയൊന്നുമില്ല. എല്ലാവരും വെബ് സീരിയൽ കാണുന്നത് തന്നെ ഇപ്പം സിനിമ മാരി എടുക്കുന്നത്. ഇപ്പം തിയേറ്ററുകാരുടെ തന്നെ അനൗൺസ്മെൻറ്റ് നിങ്ങളെല്ലാവരും കണ്ടു കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറേ കടങ്ങൾ തീർന്നുകൊണ്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ. ഇത് പറയുന്നത് 6 മാസത്തെ സ്ട്രാറ്റജിയാണ്, 6 മാസം കൊണ്ട് സംഭവിച്ച കാര്യം. പക്ഷേ ഇനി വരാൻ പോണ കാര്യം എങ്ങനെയാണെന്നുള്ള ദൈവത്തിനറിയാം. ഇതിന് ഞാൻ പറഞ്ഞ അതിന് പഠിച്ച ഒരു പാഠമാണ്. എന്തിനും ഒരു പ്രൊമോഷൻ ആംഗിൾ കാണും. പണ്ടത്തെ മാതിരി പേപ്പർ വായിക്കുന്ന ആൾക്കാരല്ല. സിനിമ എന്ന് പറയുന്നത് എന്നും ഒരു ഗ്ലാമറസ് മീഡിയമാണ്. എന്നും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ടാവുന്ന, കോൺട്രവേഴ്സീസ് ഉണ്ടാവുന്ന ഒരിടം തന്നെയാണ്. സിനിമാ വ്യവസായത്തെക്കുറിച്ച്, സിനിമാ മേഖലയെക്കുറിച്ച് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സിയാദ് കൊക്രാണ്. നമസ്കാരം സർ. നമസ്കാരം. ആക്ച്വലി ഓരോ മാസവും ഇറങ്ങുന്ന തിയേറ്ററുകളുടെ ഷെയർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്തുവിടാറുണ്ട്. ഇത് ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ സാറിന് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ഈ ഒരു പ്രക്രിയ ഞാനടക്കമുള്ള ആൾക്കാരുടെ ഒരു ജോയിൻറ്റ് ഡിസിഷനായിരുന്നു അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിലേക്കാട്ടി ഈ കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളായിട്ട് നമ്പർ ഓഫ് പിക്ചേഴ്സ്, അതായത് എത്ര അധികം സിനിമകൾ വരുന്നു, ആ വരുന്ന സിനിമകളൊന്നും തന്നെ ഒരു ദിവസം വരെ തിയേറ്ററിൽ ഓടാതെ പോകുന്നു. അതേമാതിരി തന്നെ തിയേറ്ററിൽ ഇനി അത് പ്രദർശിപ്പിച്ചാൽ തന്നെ അതിന് കാണികളില്ലാതാവുന്നു, ഒരു ഷോ കൊണ്ട് അവസാനിക്കുന്നു. അതേ സിനിമ തന്നെ ചില സ്ഥലങ്ങളിൽ മറ്റേ ആഫ്റ്റർ ഒരു ഷോ അത് തിയേറ്റർ അത് മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്നത് ആ സോ കോൾഡ് പ്രൊഡ്യൂസേഴ്സിനാണ്. അപ്പോൾ ഇത് ഈ നമ്പർ ഓഫ് പിക്ചേഴ്സ് കൂടി എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഞങ്ങളൊക്കെ ആഹ്ലാദം കൊണ്ട് ഒരു സമയത്ത് വളരെ സന്തോഷത്തിലായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇത്രയും മലയാളം ഇൻഡസ്ട്രി ഇത്രയും ഗ്രോ ചെയ്തു എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ നഷ്ടങ്ങളുടെ കണക്ക് വരുമ്പോഴത്തേക്കും പിന്നെ അതുകൂടാതെ പല പ്രൊഡ്യൂസേഴ്സും, വളരെയധികം പ്രൊഡ്യൂസേഴ്സും നമ്മളെയൊക്കെ സമീപിക്കും. പ്രൊഡ്യൂസർ അസോസിയേഷനാണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷനാണെങ്കിലും എന്നെ പേഴ്സണലായിട്ടാണെങ്കിലും ഇവർ സമീപിക്കാറുണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവർ സമീപിച്ചിട്ട് പറയുന്ന സങ്കടങ്ങളും അവരുടെ ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെയും കുറ്റപ്പെടുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സിനിമയുടെ ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ആ പ്രൊഡ്യൂസർ മനസ്സിലാക്കാതെ, ഒരു പ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാതെ, ഇതിൻ്റെ ഒരു ബിസിനസ് പ്രക്രിയ മനസ്സിലാക്കാതെ വന്നു കഴിഞ്ഞ് ഒരു അബദ്ധത്തിൽ പോയി പെടുന്ന ഒരു ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്ന ഒരു ഈ അവസ്ഥ. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം പുറത്ത് പറയാൻ പറ്റാത്ത അത്രയും വിഷമതകളും ദുരിതങ്ങളും എല്ലാം കാണുന്നു. അതേ സമയത്ത് ഞങ്ങൾ ഹ്യൂമറായിട്ടും ആസ്വദിക്കാറുണ്ട് ചിലപ്പം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊഡ്യൂസർ 1.5 കോടി രൂപ നമ്മൾ ഇതുവരെ ചിലവാക്കി, ഇനിയും 1.5 കോടി വരെ മുടക്കണം. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാം അത് ഫെയിലിയർ ആയിരിക്കും. അപ്പം നമ്മൾ പറയും ചിലപ്പോൾ ഈ 1.5 കോടിയിൽ നിൽക്കട്ടെ നിങ്ങളുടെ നഷ്ടം, ഇനി ഫർദറായിട്ട് മുടക്കണ്ട എന്ന് പറയുമ്പോൾ പുള്ളി പറയാറുണ്ട്. അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് തന്നെ, ഞാനിത് എൻ്റെ നാട്ടിൽ എൻ്റെ ഫ്ലെക്സ് വെച്ചിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാനിങ്ങനെ ഒരു പടം
ചെയ്യുന്നു എന്നുള്ള നേരത്തെ കാര്യത്തിൽ പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞു. പ്രൊഡ്യൂസർ പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ നാട്ടിൽ എങ്ങനെ പോകും? Okay. ആ ഒറ്റ സിനിമ അല്ല, സിനിമയോടുള്ള സ്നേഹം കൊണ്ടിട്ടല്ല, അദ്ദേഹത്തിൻ്റെ മാനം കാക്കാൻ വേണ്ടി പിന്നെ ഉള്ളതും കൂടെയൊക്കെ വിറ്റ് പുറക്കി സിനിമ ഇറക്കും. പക്ഷേ അതോടുകൂടി പിന്നെ അപ്രത്യക്ഷമാണ് പ്രൊഡ്യൂസർ. അപ്പോൾ ഇത് തന്നെയാണ് പല പ്രൊഡ്യൂസറിനെയും ഗതി. നമ്മളെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയാണ്, സിനിമയിൽ ലാഭവും ഉണ്ടാവും നഷ്ടവും ഉണ്ടാവും. ഇപ്പം ഞാൻ കൺസീവ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റോ എൻ്റെ ഒരു ഡയറക്ടർ കൺസീവ് ചെയ്യുന്ന സബ്ജക്റ്റ്, ഞങ്ങളൊക്കെ കൂട്ടായി എടുക്കുന്ന തീരുമാനത്തിൽ കൊണ്ടുണ്ടാകുന്ന സിനിമ ചിലപ്പോൾ പ്രേക്ഷകർ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ നഷ്ടം സംഭവിക്കും. പക്ഷേ നമ്മളതിൻ്റെ ഒരു നല്ല വശങ്ങൾ മനസ്സിലാക്കി രണ്ടാമത് ഞാൻ സിനിമ ചെയ്യും. അതാണ് പാഷൻ എന്ന് പറയുന്നത്. അല്ലാതെ പാഷൻ എന്ന് പറയുന്നത് എവിടുന്നോ കിട്ടിയ ഒരു സിനിമ എന്നുള്ള ഒരു സംഭവത്തിലല്ല പാഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള പല കാര്യങ്ങളും ഈ ലക്ഷക്കണക്കിനും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ വരുന്ന ഒരു പ്രക്രിയ. അതേമാതിരി തന്നെ സിനിമാ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ പറ്റാതെ വരിക, അതിന് സിനിമ ഒരു റെഗുലർ ബിസിനസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിട്ട് വരുന്ന. അതേമാതിരി തന്നെ ഒരു പ്രോജക്റ്റ് നടക്കാൻ വേണ്ടി ഇന്ന് നിലനിൽക്കുന്ന പല കോസ്റ്റും, ഞാൻ പറയുകയാണെങ്കിൽ ഇൻക്ലൂഡിങ് ഈ അവർക്ക് നടക്കാൻ വേണ്ടി അവരുടെ അടുത്താളായിട്ട് നിൽക്കുന്ന ആൾക്കാർ റെമ്യൂണറേഷൻ കൊടുക്കുന്ന കാര്യത്തിലും, അത് ഇന്നല്ല, ഞാൻ ആരെ അക്യൂസ് ചെയ്യുന്നതല്ല, അതിൻ്റെ ആക്ടേഴ്സ് ആണെങ്കിലും ടെക്നീഷ്യൻ ആൾക്കാരാണെങ്കിലും ഇവരുടെ അറിവില്ലായ്മ മുതലെടുത്തുകൊണ്ടും അത് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അതിലൊക്കെ പെട്ട് ഇങ്ങനെ സകലതും നശിച്ചു. ആ ഒരു പ്രൊഡക്ഷനോടുകൂടി അദ്ദേഹം നാട് വിട്ടു പോകണ മാതിരി പോവുകയാണ്, പുറത്തുനിന്ന് വന്ന ആൾക്കാരാണെങ്കിലും. അതേമാതിരി തന്നെ മറ്റേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വന്നിരിക്കുന്ന പല മാറ്റങ്ങളും, അതായത് ഒരു OTTയോ സാറ്റലൈറ്റോ ഇങ്ങനെ വിവിധ മേഖലകളിൽ എന്തെങ്കിലും ഒരു റവന്യൂ ഉണ്ടായിരുന്നില്ല, അതവർക്ക് അറിയില്ല അതിനെപ്പറ്റി. അപ്പോൾ ഇതൊക്കെ അവെയർ ആക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അപകട മേഖലയെ കൂടെയാണ് പ്രൊഡ്യൂസർ സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള, അതിനുവേണ്ടിയാണ് ഈ കണക്കുകൾ പ്രസിദ്ധീകരിച്ചത്. ഒരിക്കലും അങ്ങനെ അത് ചലഞ്ച് ചെയ്ത്, എന്നാൽ ഞങ്ങൾ ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ട് അത് മോശമാണെങ്കിലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഞങ്ങൾ രണ്ടാമതൊരു സിനിമ ചെയ്യും. അപ്പം നമുക്ക് ആവശ്യം എന്താ? ചെയിൻ ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഒരു കൊല്ലത്തിൽ മിനിമം 2 പടമോ അല്ലെങ്കിൽ 2 കൊല്ലം കൂടുമ്പോൾ ഒരു പടമോ, ഒരു പടം കഴിഞ്ഞിട്ട് വേറൊരു പടം ആയിട്ട് വരുന്ന അവരുടെ ഒരു പാഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയുന്ന എവിടെയാണ്? സെക്കൻഡ് പിക്ചർ വെദർ ഇറ്റ് ഈസ് ഫെയിലിയർ ഓർ നോട്ട്, സെക്കൻഡ് പിക്ചർ വരുമ്പോഴാണ്, അതിലെ തേർഡ് പിക്ചറിൽ വരുമ്പോഴാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ബാനേഴ്സും ഒരു സിനിമ കൊണ്ടുണ്ടാക്കിയ ബാനറല്ല അത് ആദ്യം തിരിച്ചറിയണം. അല്ലാതെ ഇത് ആരെങ്കിലും ദ്രോഹിക്കാനോ ഇതേമാതിരിയുള്ള കണക്കുകൾ പുറത്തു കൊണ്ടുവന്നിട്ട് ആരെങ്കിലും ഭയപ്പെടുത്താനോ, അറിവില്ലായ്മത്ത ആൾക്കാരെ അറിവ് വരുത്തുക എന്നുള്ള നല്ല ലക്ഷ്യം വെച്ചിട്ടാണ്. അപ്പം അവർ വരുമ്പോഴത്തേക്ക് അന്വേഷിക്കണം, അതായത് എന്താണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഈ സെയിൽസോ കാര്യങ്ങളോ ഉണ്ടോ, നമ്മുടെ പടത്തിന് എന്ത് കോസ്റ്റ് വരും, എത്ര ഡേയ്സാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, ആ ഫിക്സ് ചെയ്തിരുന്ന ഡേറ്റിൽ പടം തീരുമോ, ആർട്ടിസ്റ്റിനൊക്കെ ഇങ്ങനെ ആണോ വെക്കേണ്ടത്, ടെക്നീഷ്യൻ, ഇതൊക്കെ പഠിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഗൈഡ് ലൈനാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ പലരും അത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാരെ ഭയപ്പെടുത്തുന്നു, ആ രൂപത്തിലാണ് കാണുന്നത്. അത് തെറ്റാണ്. എന്നുവെച്ചാൽ നമ്മളുടെ മുമ്പിൽ നശിച്ചു പോകുന്ന ഒരു കൂട്ടം പ്രൊഡ്യൂസർ, ഇതിൽ എത്രയോ ആൾക്കാർ സെക്കൻഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതും തിരിച്ചറിയണം. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശങ്ങൾ. അതിൻ്റെ ചീത്തവശങ്ങൾ എന്ന് പറയുന്നതാണ് ഇവർ പല ഇതിലും കാണിക്കുന്നത്. അപ്പം അതല്ല അതിൻ്റെ ശരി. അപ്പം ഇതിൻ്റെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരിക, ഇത് ജനത്തിൻ്റെ നല്ല പ്രൊഡക്ഷൻ ലൈൻ ഉണ്ടാവണം, ഞങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ വലിയ പ്രൊഡക്ഷൻ ഹൗസസ് വരട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ ഒരു ഇത് പബ്ലിഷ് ചെയ്തത്. ഇപ്പം ഇത്തരം കണക്കുകളൊക്കെ പുറത്തുവിടുമ്പം 2 സെറ്റ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ബാക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഇപ്പം കയ്യിൽ പണം മാത്രം ഉണ്ടായിട്ട് സാങ്കേതികപരമായിട്ട് ഒട്ടും അതിനെക്കുറിച്ച് നോളജ് ഇല്ലാണ്ട് മുന്നോട്ടേക്ക് വരുന്ന ഒരുപാട് പ്രൊഡ്യൂസറായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്യോർലി ബിസിനസ്, ഫെയിം അങ്ങനെ മാത്രം കണ്ടിട്ടുള്ളവർ. ആൻഡ് സെക്കൻഡ് വൺ വരുന്നത്, ഇപ്പം ഇതിനോട് ഒരുപാട് പാഷൻ ഉണ്ടായിട്ട് ഒരുപാട് ഇഷ്ടം ഉണ്ടായിട്ട് പേടി കൊണ്ട്, ഈ ഒരു കണക്ക് കാണുമ്പോൾ ഒരു പേടി കൊണ്ട് ബാക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുള്ള ചിലരുണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഒരു 2 സ്ട്രീം ഓഫ് ആൾക്കാർ? ഞാനത് പറഞ്ഞല്ലോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പൈസ ഉണ്ടായതുകൊണ്ട് ഒരു സിനിമ ഉണ്ടാവണമെന്നില്ല. അപ്പം യഥാർത്ഥമായിട്ട് ഇതിലൊരു ടേസ്റ്റ് അല്ലെങ്കിൽ ഈ സോ കോൾഡ് പാഷൻ
എന്ന് പറയുന്ന കാര്യങ്ങളുള്ള പ്രൊഡ്യൂസേഴ്സ് വരണം, നിലനിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ല പേടിച്ച് ഓടേണ്ട കാര്യമൊന്നുമില്ല. ഇത് സിനിമ എന്ന് പറയുന്ന ഇത് ഈ പറയണ മാതിരി ഒരു സിനിമയിൽ എടുത്തു വന്ന് വെച്ചിട്ട് ബാനറിൽ വെച്ച് ഫ്ലെക്സ് അടിക്കുക, അത് കാരണം ഒരു കമ്മിറ്റ്മെൻ്റ് ആകുക എന്നൊക്കെ ഉള്ള ഒരു ലെവലല്ല സിനിമ എന്ന് പറയുന്നത്. ഞങ്ങളാരും ഇതൊന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരും ഭയപ്പെടുത്താനല്ല, തിരിച്ചറിയണം സിനിമ എന്താണെന്ന് തിരിച്ചറിയുക, ഇപ്പോഴത്തെ ബിസിനസ് എന്താണെന്ന് തിരിച്ചറിയണം. ആ ബിസിനസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതേമാതിരി തന്നെ ഇപ്പം പലരും പറയാറുണ്ട് ഈ പടത്തിന് ഇത്ര കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ഇന്നമാതിരി തിയേറ്ററിൽ കളിച്ചു കഴിഞ്ഞാൽ ഇത്ര പൈസ കിട്ടും, അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ OTT ബിസിനസ് നടക്കും, സാറ്റലൈറ്റ് ബിസിനസ് നടക്കും. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും അവെയർ അല്ല. ഇപ്പം ആ ബിസിനസ്സേ ഇല്ല. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ആ ബിസിനസ്സേ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഒരു പാഷനുണ്ട്. എനിക്കിനി ഈ സിനിമയിൽ സാറ്റലൈറ്റും ഇല്ല, OTTയും ഇല്ല, OTTയും ഇല്ല എന്ന് പറയുമ്പോൾ എനിക്ക് തിയേറ്ററിൽ കളക്ട് ചെയ്യുന്ന വിധത്തിലുള്ള സിനിമകൾ ഉണ്ടാക്കിയാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞെങ്കിൽ അത് എന്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിനിമ തുടങ്ങുന്ന ഫസ്റ്റ് സിനിമ കൂടും തേടി എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇതെങ്ങനെ സാറ്റലൈറ്റിൽ വിൽക്കാം എന്നല്ല അന്ന് OTT ഇല്ല. ഞാൻ കണ്ട് സിനിമ പ്രേമികൾക്ക്, സിനിമ കാഴ്ചക്കാർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർ അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ട് ആ സിനിമ കളക്ട് ചെയ്യണം എന്നുള്ള വാശിയോടുകൂടിയാണ് സിനിമ എടുക്കുന്നത്. മനസ്സിലായി? അപ്പം എന്നാലേ തിയേറ്ററിൽ അപ്പം അന്ന് തിയേറ്റർ റവന്യൂ ആണ് വലുത്. അപ്പം അത് മാത്രം ലാക്കാക്കി ഞങ്ങൾ സിനിമ എടുത്തിരുന്നത്. സാറ്റലൈറ്റ് അന്നുണ്ടായിരുന്നെങ്കിലും സാറ്റലൈറ്റിനെ പറ്റിയല്ല ഞങ്ങളുടെ ചിന്ത. നല്ല സിനിമ ഉണ്ടാക്കുക, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുക, നല്ല ബിസിനസ് തിയേറ്ററിൽ നിന്ന് കിട്ടുക, അതിൻ്റെ റിട്ടേൺ കിട്ടുക, ഈ 2 കാര്യങ്ങളാണ്. അപ്പം ഇത് പിന്നെ ഈ OTT ബിസിനസ്സും മറ്റുള്ള ബിസിനസ്സും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതേമാതിരി തന്നെ എല്ലാ സിനിമകൾക്കും തന്നെ ഈ പറഞ്ഞ മാതിരി ഓവർസീസോ ഔട്ട് ഓഫ് കേരള റിലീസോ ഒന്നുമില്ല. സോ കോൾഡ് വലിയ പടങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രേക്ഷകർക്ക് ഇവിടെ ഒരു ഹിറ്റായ പടത്തിന് ഇതൊക്കെ ഉള്ളൂ. അപ്പം അതിങ്ങനെ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് നിൽക്കുന്ന പടത്തിനോ 2 ദിവസം കൊണ്ട് നിൽക്കുന്ന പടത്തിനോ ഒരിക്കലും ഔട്ട് ഓഫ് കേരള ബിസിനസ്സോ ഓവർസീസ് ബിസിനസ്സോ ഇല്ല. അതൊരു തിരിച്ചറിവിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ ആ റിസ്ക് എടുക്കാൻ തയ്യാറായുള്ളവർ നന്നായിട്ട് വരണം, പ്രൊഡ്യൂസേഴ്സായിട്ട് അറിയാം, എല്ലാ തിരിച്ചറിവോടുകൂടി വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. എൻ്റെ ആഗ്രഹം അത് തന്നെ. ഞാൻ അങ്ങനെയാണ് കണ്ടത്. ഞാൻ ആദ്യം തൊട്ടേ സിനിമ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു തിരിച്ചറിവോടുകൂടിയാണ് സിനിമ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടിട്ട് ഞാനായതുകൊണ്ടിട്ട് അങ്ങനെയാണ്. പക്ഷെ അത് കാരണം നിങ്ങളെല്ലാവരും അങ്ങനെ ആവണമെന്ന് പറയാൻ ഞാൻ ആളല്ല. അവർക്ക് ഒരു ബോധം കൊടുക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതെ, പ്യുവർ അവയർനെസ് ആണ്. അപ്പോൾ എന്തായാലും സിനിമ വിജയിക്കാം, അതുപോലെ തന്നെ പരാജയപ്പെടാം, 2 തരത്തിലും നമുക്കതിനെ കാണാം. എന്താണ് ഈ വിജയവും പരാജയത്തിനും ഇടയിലുള്ള ഒരു മാനദണ്ഡം എന്തായിരിക്കും സിനിമയുടെ? അല്ല, വിജയം പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടാലാണ് അത് വിജയം എന്ന് പറയുന്നത്. അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള സിനിമകൾ എടുക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരിക്കലും ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്ന ഒരു സംഭവമൊന്നുമില്ല. കണ്ടന്റ് നന്നായി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വളരെ തുടക്കക്കാരായ സിനിമ അഭിനേതാക്കൾ അഭിനയിച്ച സിനിമകൾ അത് ഭയങ്കരമായിട്ട് ഓടിയിട്ടുണ്ട് ഈ സമയത്ത്, ഈ കാലഘട്ടത്തിൽ. ഇതിൻ്റെ കൂടെ ഇവിടുത്തെ സോ കോൾഡ് സൂപ്പർ സ്റ്റാർസും എല്ലാവരും അഭിനയിച്ച സിനിമകളും ഉണ്ട്. പക്ഷേ അവർ ബിസിനസ് വൈസ് ആ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഓടുന്ന പടങ്ങളുടെ ലാഭം വളരെ കൂടുതലാണ്. അപ്പോൾ അത് കാരണം ഇപ്പം അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻ്റാണ് ഹീറോ. അത് പണ്ടും അതെ, ഇന്നും അതെ. അതിനൊരു മാറിയ കാലഘട്ടം എന്ന് പറയുന്ന സംഭവമില്ല. ഈ നൂറ്റാണ്ടെന്ന് പറയുന്നില്ല. എന്താ പറയുക, പുതിയ തലമുറ എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ ഫിലിം അങ്ങനെയില്ല. കണ്ടന്റ് എന്തായാലും ആ കണ്ടന്റാണ് അതിൻ്റെ ഹീറോ എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അത് ഇന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് പലപ്പോഴും, പല സന്ദർഭങ്ങളിലായിട്ട്. ആക്ച്വലി ഇപ്പോൾ ഒരു സിനിമ അത് തിയേറ്ററിൽ നിന്ന് ഒരു 100 കോടി ലഭിക്കുകയാണെങ്കിൽ എത്രയാണ് പ്രൊഡ്യൂസർക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇത് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പലരും തെറ്റിദ്ധരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഭയങ്കര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ പലരും ഇന്റർപ്രറ്റ് ചെയ്തു. ഇതിന്റെ യഥാർത്ഥ പല രീതിയിലുള്ള, ബിക്കോസ് അത് ബിസിനസ് അറിയാത്ത ഉള്ളതാണ്. ബിക്കോസ് ഈ 100 കോടി എന്ന് പറയുന്നത് ടോട്ടൽ വരുമാനമാണ്.
മനസ്സിലായ പ്രേക്ഷകർ കൊടുക്കുന്ന ടിക്കറ്റിൻ്റെ അടക്കമുള്ള വരുമാനത്തിൻ്റെ കണക്കിന് അതിന് ഗ്രോസ് കളക്ഷൻ എന്നാണ് പറയുന്നത്. ഒരു തിയേറ്ററിലെ ഗ്രോസ് കളക്ഷൻ. അങ്ങനെ 100 150 തിയേറ്ററിൽ കാണുമ്പോഴത്തേക്കും ഒരു 100 കോടി രൂപ ഗ്രോസ് കളക്ഷനായിട്ട് വരുന്നു. അതിൽ നിന്ന് 32% 33% ടാക്സ് ആയിട്ട് പോകുന്നു. ബിക്കോസ് ഇപ്പോഴത്തെ ടാക്സ് റേറ്റിംഗ് വെച്ചിട്ട് ഓരോ ടിക്കറ്റിനും ഇത്ര % ടാക്സ്, GST എല്ലാം കൂടെ കൂടിയിട്ട് ഇത്രയാണ് എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. ഈ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പോകേണ്ടതാണ്. ആ ഗവൺമെൻറ്റിലേക്ക് പോകുന്ന വിഹിതം അതിൻ്റെ ഓരോ തിയേറ്ററിൻ്റെ ഓരോ ഇതിൽ കോർപ്പറേഷനിലുള്ള തിയേറ്ററുകൾ, വില്ലേജിലുള്ള തിയേറ്ററിൽ, മുനിസിപ്പൽ ടൗണിലുള്ള തിയേറ്റേഴ്സ്, ഇങ്ങനെ 3ആയിട്ട് കാറ്റഗറി ചെയ്തിട്ട് ആ സ്ട്രക്ചറിലാണ് ഇത് പോകുന്നത്. പിന്നെ അല്ലാത്ത ചില മറ്റേ വടിക്കോളിൽ കോർപ്പറേഷൻ ടാക്സസ്, മറ്റുള്ള ടാക്സസ് അങ്ങനെയൊക്കെയുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 100 കോടി രൂപ എന്ന് പറയുമ്പം അതിൻ്റെ 30% അല്ലെങ്കിൽ 32% അത് കുറയുന്നു. നമുക്കൊരു കണക്കിന് വേണ്ടി 30% എന്ന് പറയാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100 കോടിയിൽ നിന്ന് 30% വരുമ്പോഴത്തേക്കും അത് ഈ പറയുന്നത് 30 കോടി രൂപ അതിൽ നിന്ന് കുറയും. 100 കോടിയിൽ നിന്ന് 30% കുറയുമ്പോൾ അത് തീർച്ചയായിട്ടും ആ 30 കോടി രൂപ ഈ 100 കോടിയുടെ സ്ഥാനത്ത് നിന്ന് കുറയും. കുറയുമ്പോഴത്തേക്കും വരുന്നത് 70 ക്രോഴ്സാണ്. ഈ 70 ക്രോഴ്സ് എന്ന് പറയുന്ന അതിൽ ആരും ധരിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പലരും ധരിച്ചേക്കുന്നത് ഇത് ഈ കാശ് മുഴുവനും പ്രൊഡ്യൂസറിനോ അല്ലെങ്കിൽ തിയേറ്റർ ഉടമകൾക്കുമാണ് എന്നുള്ള ധാരണയാണ് പല പൊതുജനങ്ങൾക്കും, അല്ലെങ്കിൽ ഇപ്പോഴും സിനിമയിൽ ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് നടക്കുന്ന ആൾക്കാരുടെയും ധാരണ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. ബിക്കോസ് ഈ തിയേറ്ററിൽ വരുന്ന ഈ ഗവൺമെന്റിലേക്ക് പോകുന്ന വിഹിതം കഴിച്ച് 30% കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 70 ക്രോഴ്സിൻ്റെ ആ ഇതിൽ കണക്കിൽ ഒരു 50% ഓർ 60% എക്സിബിറ്റ്, 50%ഓളം എക്സിബിറ്റേഴ്സിനാണ് പോകുന്നത് അവരുടെ വിഹിതം. മനസ്സിലായോ? നമ്മളൊരു കാൽക്കുലേഷൻ വേണ്ടി 50% എന്ന് പറഞ്ഞാൽ ഈ 70 ക്രോഴ്സിൻ്റെ 50% എന്ന് പറയുമ്പോൾ 35 കോടി രൂപയാണ് വിഹിതമായിട്ട് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറിന്റെ വിഹിതമായിട്ട് വരുന്നത്. ആ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കയ്യിൽ വരുന്ന ആ വിഹിതത്തിൽ നിന്നാണ് നമ്മൾ പബ്ലിസിറ്റി, പോസ്റ്റേഴ്സ് ആണെങ്കിലും ഫ്ലെക്സ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ എമൗണ്ടും അതിൽ കുറയും. അപ്പോൾ ആ എമൗണ്ടും കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന 35 ക്രോഴ്സിൻ്റെ കാര്യത്തിൽ ഒരു 30 ക്രോഴ്സ് ആണ്. 5 ക്രോഴ്സ് എന്തായാലും എക്സ്പെൻസ് വരും. ഇനി ഇപ്പോൾ 2 ക്രോഴ്സ് പോയാലും ഈ പറഞ്ഞ മാതിരി 33 ക്രോഴ്സ് ആണ് ഈ പറയുന്ന പ്രൊഡ്യൂസറിന്റെ വിഹിതം. ഈ 100 ക്രോഴ്സ് എന്ന് പറയുന്ന സംഭവത്തിൽ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് 100 ക്രോഴ്സ് എന്നുള്ള ഒരു ഫിഗർ കണ്ടെത്തി. അതൊന്നും പണ്ട് ആരും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പടം ഇത്ര ദിവസം ഓടി. കോടി ക്ലബ്ബും ഇല്ല, മറ്റേതുമില്ല. ദിവസ ക്ലബ്ബാണ് നമുക്കുണ്ടായിരുന്നത്, ആഴ്ച ക്ലബ്ബായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഫണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ഇന്നത്തെ ഒരു എന്താ മോഡേൺ ശൈലി എന്ന് വിചാരിക്കുന്ന വിധത്തിലാണ് 100 ക്ലബ്ബ്, 200 ക്ലബ്ബ്, 300 ക്ലബ്ബ്. പ്രേക്ഷകർ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ കേൾക്കുന്നവർ അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രൊഡ്യൂസേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 100 ക്ലബ്ബിൽ ഇത്ര % ഞങ്ങൾക്ക്, അതായത് 30% ആണ്, 30% ഓഫ് ദി 100 മാത്രമാണ് ഈ പ്രൊഡ്യൂസറിൻ്റെ വിഹിതം എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഈ 100 കോടി രൂപ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസങ്ങൾ ഓടണം? വളരെയധികം വ്യത്യാസമുണ്ട്. നമ്മുടെ ആക്ച്വലായിട്ട് വരുന്ന 30 ക്രോഴ്സ് ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ള കഴിവില്ലാത്തവരാണ്, അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് പറഞ്ഞുകൊണ്ടിട്ട് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് വരാത്തതിൻ്റെ കാര്യം അവർക്കത് മനസ്സിലായിട്ടുണ്ട്. നഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഇത്രേ കിട്ടുന്നുള്ളൂ എന്ന് തിരിച്ചറിവ് അവർക്ക് ഉണ്ടായത് കൊണ്ടിട്ട് വേണോ വേണ്ടേ എന്നുള്ളത്. അവിടെയാണ് ഞാനൊരു കറക്ഷൻ പറയുന്നത്. അതായത് അവർ ഈ പറയുന്ന പാഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കലാമൂല്യം മനസ്സിലാക്കിയിട്ട് ഈ സാരില്ല, നമുക്ക് അതിൻ്റെ ഒരു റിസ്ക് എടുക്കാം എന്ന് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ജെന്യുവൻ പ്രൊഡ്യൂസേഴ്സാണ്. അങ്ങനെ എത്ര പേര് വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന പ്രൊഡ്യൂസർ ഇതിൻ്റെ സാമ്പത്തിക ലാഭം മാത്രമല്ല, അങ്ങനെ ഒരു സെക്കൻഡ് പിക്ചറും കൂടി എടുക്കും. പക്ഷേ ഇതിന് ഓൾട്ടുഗദർ ഒരു കാര്യം ഇതിൽ പറയാനുള്ളൂ. നിങ്ങൾ ഈ നഷ്ടം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിൻ്റെ കോസ്റ്റ് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം.
നിങ്ങൾക്കൊരു സിനിമ എടുക്കണം, ഓക്കെ, നിങ്ങൾ എന്തിനാ 10 കോടിയുടെയും 15 കോടിയുടെയും സിനിമ എടുക്കണം, അല്ലെങ്കിൽ 150 കോടിയുടെ സിനിമ എടുക്കുന്നത്? നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾക്ക് ആദ്യം ഒരു പരീക്ഷണം എന്ന നിലയിൽ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് എനിക്ക് ഇത്ര രൂപ മുടക്കിയാൽ മതി. ഒരു സിനിമ ഇന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലയബിലിറ്റി ഇല്ലാതെ ഒരു 3.5-4 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു കഥ ഉണ്ടാക്കി അതിനൊക്കെ നിങ്ങളുടെ പരിശ്രമം അതിൻ്റെ ഉള്ളിൽ വേണം. ഒരു പ്രൊഡ്യൂസറിൻ്റെ പരിശ്രമം അതിൻ്റെ ഉള്ളിൽ വേണം. അതിനുള്ള ആൾക്കാരെ കണ്ടെത്തണം. ഒറ്റ ഇതിൽ നമ്മൾ എടുത്തിയാടി ഒരു കൺക്ലൂഷനിൽ എത്താതെ പല ആൾക്കാരായിട്ട് സമ്പാദിച്ച് അതിനുശേഷമാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഞാൻ ആ ഫ്രഷായിട്ട് വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഫ്രഷായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ആംഗിളിലും അത് മനസ്സിലാക്കിയിട്ട് വേണം എൻ്റെ ലിമിറ്റേഷനിൽ നിന്ന് സിനിമ എടുക്കാനായിട്ട്. ഒറ്റ കാര്യം എപ്പോഴും പറയുന്നുള്ളൂ, ഞാൻ ആരഭിനയിച്ചു എന്നുള്ളത് വ്യക്തം ഇതല്ല, പ്രസക്തിയില്ല. അതിലെ കണ്ടന്റാണ് ആൾക്കാരെ ആകർഷിക്കുന്നത്. അത് ഒരു മൂല്യമുള്ള സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആംഗിളിലുള്ള സിനിമയാണെങ്കിൽ, അതിന് നെഗറ്റീവായിട്ടുള്ള ആംഗിളല്ല ഞാൻ പറയുന്നത്. പ്രേക്ഷകർ കുടുംബ സദസ്സുകൾ വെച്ചിട്ട് ആണ് മാർക്കറ്റിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് വീക്കിൽ നടക്കുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഇതാണ് ഇതുള്ളത്. പക്ഷേ അത് നല്ലതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഫാമിലിയും ഇറങ്ങും, ഫാമിലിയും പ്രേക്ഷകരായിട്ട് വരും. അതെ, അപ്പൊ ആ ഫാമിലി പ്രേക്ഷകരെയും കൂടെ അട്രാക്ട് ചെയ്യുന്ന സിനിമകൾ വന്നാൽ മാത്രമേ പൂർണ്ണ വിജയം ഉണ്ടാവൂ. ഞാൻ ഒരിക്കലും പറയില്ല അതിന് 100 കോടി ക്ലബ് ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മുടക്കം മുതലില്ല ഒരു ശരാശരി അത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത് കാരണം ലിമിറ്റഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ ലിമിറ്റഡ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിനിമം ഞാൻ പറഞ്ഞല്ലോ, ഈ ചിലവർ ധരിക്കുന്നത് 60 ലക്ഷം രൂപക്ക് സിനിമ എടുക്കാമെന്ന്. ഈ അവർ മനസ്സിലാക്കുന്നില്ല. അതായത് ഈ ഇതിൽ വർക്കേഴ്സിന് ബാറ്റ് കൊടുക്കണം, ഫുഡ് കൊടുക്കണം, സ്റ്റേ കൊടുക്കണം, അതേമാതിരി പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇത് ഒരു പെർ ഡേ എക്സ്പെൻസ് എന്ത് വരണം എന്ന് മനസ്സിലാക്കിയാൽ, അല്ലെ പിന്നെ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഈ പറഞ്ഞ അവാർഡ് പിക്ചേഴ്സ്, സോക്കോൾഡ് അവാർഡ് പിക്ചേഴ്സിന് ഇപ്പം വലിയ പ്രസക്തിയൊന്നുമില്ല. എല്ലാവരും വെബ് സീരിയൽ കാണുന്നത് തന്നെ ഇപ്പം സിനിമ മാതിരി എടുക്കുന്നത്, മനസ്സിലായി? അല്ലാതെ ഇത് ചുമ്മാ അവാർഡ് പിക്ചറാണ്. പണ്ട് നമ്മളുടെ നാട്ടിൽ ഇവിടെ ഒരു മലയാളത്തിൽ നമ്മുടെ പല പ്രമുഖരായിട്ടുള്ള അരവിന്ദൻ സാർ പോലെയുള്ള ആൾക്കാർ, ഷാജി എം കരുണായിട്ടുള്ള, ഇപ്പം മരിച്ചുപോയ ഷാജി എം കരുണായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. മറ്റേ നമ്മുടെ എബ്രഹാം പാറ്റവാടി കോൾഡ്. അപ്പോൾ ഇവരൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാത്രമായിട്ടുള്ള ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയ സിനിമ, അതിൽ നിന്ന് ലാഭം കിട്ടാനല്ല ചെയ്തിരുന്നത്. അത് ഇന്റർനാഷണലി അക്ലെയിംഡ് ആവും, മനസ്സിലായോ? അങ്ങനെ പ്രേരും പ്രസിദ്ധി ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ലക്ഷ്യം വെച്ചെടുക്കുന്ന സിനിമകൾ ഒരിക്കലും സോക്കോൾഡ് ഇപ്പം കാഞ്ചനസീത എത്ര പേര് കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല. അരവിന്ദൻ പടം, ഷാജിയും കരുണിൻ്റെ പിറവി എന്ന് പറഞ്ഞ പടം വളരെ പേരെടുത്ത പടമാണ്, ആര് കണ്ടിട്ടുണ്ടാവും? അപ്പം അതേമാതിരി അതിനു വേണ്ടി എടുക്കുന്ന സിനിമകളെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. അതൊക്കെ ബെസ്റ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു, വേൾഡ് അക്ലൈംഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതിനൊന്നും തർക്കമില്ല. പക്ഷെ അതിലേ പോകാൻ പാടുള്ളൂ. എന്നിട്ട് എനിക്ക് മാസമായിട്ട് ഇത്ര എൻ്റർടൈൻമെൻ്റ് ഉള്ള സിനിമകളിൻ്റെ കളക്ഷൻ കിട്ടണമെന്ന് അവകാശപ്പെടാൻ പാടില്ല. രണ്ടും രണ്ടായിട്ട് കാണും. അതെ, അത് കണ്ടിട്ട് വേണം സിനിമയിലേക്ക് ഇറങ്ങാനായിട്ട്. ഇപ്പം എനിക്ക് ഏത് ടൈപ്പ് സിനിമയാണ് എടുക്കേണ്ടത്, എൻ്റെ കയ്യിൽ എത്ര പൈസയുണ്ട്, എനിക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, ആ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന റവന്യൂ എന്താണ്, ഇത് മനസ്സിലാക്കണമെന്നേ ഇതുകൊണ്ട് അർത്ഥമുള്ളൂ. അല്ല വേറെ ആരുടെ പണിയും തടസ്സപ്പെടുത്താനും, മനസ്സിലായോ, ഒരു ലക്ഷ്യവും അതിനില്ല. നമ്മൾ വെൽക്കം ചെയ്യാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറ്റുന്നവർ 1, 2, 3 സിനിമ എടുത്ത് ഞങ്ങളെയൊക്കെ മാറ്റി തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള ആഗ്രഹം. അല്ലെങ്കിൽ ഞങ്ങൾ പോയതിനു ശേഷം പിന്നെ ഇവിടെ സിനിമ ഉണ്ടാവണ്ടേ? അപ്പം നല്ല ബാനേഴ്സ് ഉണ്ടാവണം, നല്ല സബ്ജക്ട്സ് ഉണ്ടാവണം, ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് കൊണ്ടിട്ടാണ് പറഞ്ഞത്. ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ ആർക്കാണ് ലോസ് ഉണ്ടാകുന്നത്? പ്രത്യക്ഷത്തെ കേൾക്കുമ്പം ഒരു മണ്ടൻ ചോദ്യമായിട്ട് തോന്നുമെങ്കിലും ഇത് പ്രൊഡ്യൂസേഴ്സിനാണോ, അതോ തിയേറ്റർ ഉടമകൾക്കാണോ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണോ, ആർക്കാണ് പരാജയം? അതായത് പണ്ടൊരു ഇതുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇവിടെ. ഒരു പ്രൊഡ്യൂസർ ഒരു പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു മീഡിയേറ്ററായിട്ട് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ കണക്ഷനിലാണ് തിയേറ്റർ ഓണേഴ്സിനെ സമീപിക്കുന്നത്. അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു, ഒരു ചെയിൻ മാതിരിയായിരുന്നു ഇവിടെ പോയിരുന്നത്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കുറേ എമൗണ്ട് ഇവിടെ അഡ്വാൻസ് ചെയ്യും പ്രൊഡ്യൂസറിന്, മനസ്സിലായോ? ആ പ്രൊഡ്യൂസറിന് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തിയേറ്ററിൽ കമ്മിറ്റ് ചെയ്യും.
അത് ഈ അഡ്വാൻസ് ചെയ്യണതിൽ ചിലപ്പം തിയേറ്ററുകാരന് അവർക്കൊരു പ്രതീക്ഷയുള്ള സിനിമയാണെങ്കിൽ അവർ കുറേ അഡ്വാൻസ് അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കും. ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അത് പ്രൊഡ്യൂസേഴ്സിന് പാസ് ഓൺ ചെയ്യും. അതിന് certain കമ്മീഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇവിടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡിസ്ട്രിബ്യൂട്ടർ വിങ് എന്ന് പറയുന്നത് വളരെ പരിമിതമായി. സോ കോൾഡ് ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള നമ്പർ ഓഫ് പിക്ചേഴ്സ് ജെന്യുവൻ പിക്ചേഴ്സ് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നാച്ചുറലി മറ്റേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ശൃംഖല വളരെ മോശമായിട്ട് പോയി. അപ്പോൾ സോ കോൾഡ് ഈ 5, 6, 10 ബാനറാണ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് വന്ന ഒരു പ്രക്രിയയാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം എന്നുള്ള നിലയിൽ എനിക്ക് പറയാമെന്ന് വെച്ചാൽ, ഒരു പടം നഷ്ടം വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ ശൃംഖല അനുസരിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അഡ്വാൻസ് ചെയ്യുന്ന പൈസ തിരിച്ചു വന്നില്ലെങ്കിൽ കമ്മീഷനടക്കം അവർക്ക് ആ ഡിസ്ട്രിബ്യൂട്ടറിന് പൈസ കൊടുക്കണം. തിയേറ്റർ ഉടമകൾ തരുന്ന അഡ്വാൻസ് തിരിച്ചു വന്നില്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർക്ക് കാശ് കൊടുക്കണം. മനസ്സിലായോ? സോ അൾട്ടിമേറ്റ് ഇത് പ്രൊഡ്യൂസറിൻ്റെ ബേർഡനാണ്. പ്രൊഡ്യൂസർ തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ബിക്കോസ് ഇതാണ് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രക്രിയ എന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ചെയ്ത തിയേറ്റർ ഉടമകൾ, ഇന്നിപ്പോൾ നേരിട്ട് തിയേറ്റർ ഉടമകളാണ് ഈ ബാനേഴ്സ് മുഴുവനും വരുന്ന ബാനേഴ്സിന് ഡിസ്ട്രിബ്യൂഷൻ അഡ്വാൻസ് കൊടുക്കുന്നത്. അവർ തന്നെയാണ് അവരുടെ ബാനേഴ്സ് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പം നാച്ചുറലി അൾട്ടിമേറ്റ് പടം സക്സസ് ആയെങ്കിൽ അത് നല്ല കാര്യം. ഫെയിലിയർ ആണെങ്കിൽ ഈ അഡ്വാൻസ് ചെയ്തിരിക്കുന്ന ആരാണോ അവർക്ക് ഈ പൈസ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥൻ ഇദ്ദേഹം തന്നെയാണ്. ബിക്കോസ് ഈ പ്രൊഡ്യൂസർ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ടർ വേണം ഇതിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട്. പ്രവർത്തനം മീൻസ് അഡ്വർടൈസ്മെൻറ്റ്, ഇതെല്ലാം ക്രെഡിറ്റിലായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത് അവരുടെ ഗുഡ് വില്ല് അനുസരിച്ചിട്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാവർക്കും പൈസ കൊടുക്കണം. അവ കൊടുക്കുമ്പോഴത്തേക്കും ആരാ കൊടുക്കേണ്ടത്? ഈ പ്രൊഡ്യൂസറാണ്. നാച്ചുറലി ദി ക്ലെയിം വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ റോങ്, അല്ലെ ഗുഡ് ഓഫ് ഫെയിലിയർ ഓർ സക്സസ്. ഫെയിലിയർ ആണെങ്കിൽ യു ഹാവ് ടു പേ ബാക്ക്, സക്സസ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ്. പക്ഷേ സക്സസ് എന്ന് പറഞ്ഞ ഫോർമുല ഇപ്പോൾ വളരെ റെയറാണ്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് 2, 3, 4 പടങ്ങൾ ഇപ്പം നല്ല കളക്ഷനോട് തിയേറ്ററുകാർക്ക് മുമ്പോട്ട് പോകുന്നു. അപ്പം സത്യം പറഞ്ഞ ഒരു തിയേറ്റർ ബിസിനസിനെ സംബന്ധിച്ച് ആൾക്കാരുടെ ഒരു വലിയ തള്ളിച്ച ഉണ്ടായാലാണ് അവിടെ ശരിക്കും ഒരു ബിസിനസ് ഉണ്ടാവുന്നത്. ഇപ്പൊ തിയേറ്ററിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അപ്പോൾ ആക്ച്വലി ഇപ്പൊ തിയേറ്റർ എന്ന് പറയുന്നത് മറ്റ് ബിസിനസ്സുകളെ പോലെ ഇപ്പം ആൾക്കാരില്ലാത്ത സമയത്ത്, വ്യൂവേഴ്സ് ഒന്നും വരാത്ത സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനൊന്നും പറ്റുന്നതല്ല. ഒരുപാട് സാങ്കേതികപരമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ട് അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ ഡേയും മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു ബിസിനസ് തന്നെയാണ്. അപ്പൊ ശരിക്കും തിയേറ്റർ എന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഹെക്ടിക് ടാസ്ക് തന്നെയാണ്. അതെ, ആ എക്സ്പീരിയൻസ് കൊണ്ടിട്ട് എനിക്ക് കൂടുതലും മനസ്സിലാവും. എൻ്റെ തിയേറ്റർ സുഹൃത്തുക്കൾ മുഴുവനും ഞാൻ എല്ലാ സമയത്തും ഞാനൊരു എക്സിബിറ്റർ ആയിരുന്നു എന്നുള്ള ഇതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, പിന്നെ അന്നത്തെ കാലത്ത് ബിസിനസ് ചെയ്തിരുന്ന എക്സിബിറ്റേഴ്സ് ഇന്നുണ്ട്. ഇതിന് എൻ്റെ സത്യസ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഈ ഞാൻ പടം തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു തിയേറ്റർ അറ്റ്മോസ്ഫിയർ അല്ല ഇന്നുള്ളത്. അന്ന് ലിമിറ്റഡ് ആയിരുന്നു തിയേറ്റേഴ്സ്, മനസ്സിലായോ? അപ്പം അന്ന് പ്രേക്ഷകരുണ്ടായിരുന്നു. എങ്ങനെ വന്നു കഴിഞ്ഞാലും ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, പിന്നെ പടത്തിൻ്റെ മെറിറ്റ് അനുസരിച്ചാണ് മൺഡേ തൊട്ടിട്ടുള്ള കളക്ഷൻ. അപ്പോൾ ഫിക്സഡ് സിനിമ പ്രേമികളുണ്ടായിരുന്നു, പ്രേക്ഷകരുണ്ടായിരുന്നു അന്ന സമയത്ത്. അപ്പോൾ അത് ഈ ഇത്രയും ഈ പറഞ്ഞ മാതിരി, അപ്പോൾ അതിൻ്റെ ഒരു കളക്ഷൻ പ്രതീക്ഷിച്ചിട്ടാണ് തിയേറ്റർ റൺ ചെയ്തിരുന്നത്. അത് മതിയായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ലാഭമുണ്ടായിരുന്നു. പിന്നെ സോ കോൾഡ് മെജോറിറ്റി പിക്ചേഴ്സ് വേർ സക്സസ് ആ സമയത്ത്. എന്നുവെച്ചാൽ പ്രേക്ഷകരുണ്ടാവും കൊണ്ടിട്ട് ഇനി കുറച്ച് മോശമായാലും കാണാം എന്ന് പറയുന്ന പ്രേക്ഷകരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാനൊക്കെ ഇവിടെ സിനിമാ തിയേറ്റർ നടത്തിയിരുന്ന സമയത്ത് അങ്കമാലി, പെരുമ്പാവൂര്, ഞാൻ എറണാകുളത്തെ സിറ്റുവേഷൻ ഇതേമാതിരി തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാകും. അവിടെ നിന്നുള്ള ഓഡിയൻസൊക്കെ സെക്കൻഡ് ഷോന് ജീപ്പിൽ കയറ്റിയിട്ടാണ് ഷെയർ ചെയ്തിട്ട് വന്നത്. ജീപ്പിൽ കയറി തൂങ്ങി നിന്ന് ഒരു 10 ജീപ്പിൽ 10 പേര് കയറുമെങ്കിലും ഒരു 20 പേരെങ്കിലും ആയിട്ടാണ് ഈ ജീപ്പ് വരുന്നത്. അപ്പം ഞങ്ങൾക്ക് അത് കാണുമ്പോൾ നമുക്കൊരു മനസ്സ് ഭയങ്കര സന്തോഷമാണ്. അപ്പം അങ്ങനെ വന്നിരുന്ന പ്രേക്ഷകരാണ് അന്നുണ്ടായിരുന്നത്. ബിക്കോസ് അങ്കമാലിൽ വേറെ തിയേറ്റർ ഇല്ല, പെരുമ്പാവൂർ വേറെ തിയേറ്റർ ഇല്ല, മനസ്സിലായോ? അപ്പോൾ അത് കാരണം അന്ന് വന്നിരുന്ന ഒരു കളക്ഷൻ ക്വാണ്ടിറ്റി, ആ ഒരു സംഭവം, അത് പിന്നെ കാലത്തിൻ്റെ ഗതി അനുസരിച്ചിട്ട് നമ്മുടെ ഇപ്പോൾ കൊച്ചിനാണെങ്കിൽ മെട്രോ സിറ്റി ആകുന്നു,
മറ്റേ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി ആവുന്നു, ആലുവ മുനിസിപ്പാലിറ്റി ആവുന്നു, ഇങ്ങനെ പല 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 അല്ലെങ്കിൽ ഇനി കോർപ്പറേഷൻ തന്നെ എക്സ്റ്റെൻഡ് ആവുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും നല്ല തിയേറ്റേഴ്സ് വന്നു. നല്ല തിയേറ്റേഴ്സ് വന്നു. അതിനോട് ഇത് തന്നെ സിനിമയുടെ ഇത് നടത്തുന്ന ഞാൻ പടം തുടങ്ങുന്ന സമയത്ത് പടം ഫസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത പടം 16 സെന്ററിലാണ് കേരളത്തിൽ പ്രദർശിപ്പിച്ചിരുന്നത്. മനസ്സിലായോ? 16 സെന്റർ ഓൾ കേരള. അപ്പോൾ ആ 16-ൽ നിന്ന് പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 42 സെന്ററായി മാറി. അപ്പോഴത്തേക്കും ഡെവലപ്മെന്റ് ഇൻ സിറ്റീസ് വന്നു, മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് അവിടെ തിയേറ്റർ വന്നു കഴിഞ്ഞപ്പോൾ പോപ്പുലേഷനും കൂടി. ആ സെൻറ്ററിലേക്കുള്ള പോപ്പുലേഷനൊക്കെ കൂടി കഴിഞ്ഞിട്ട് അത് 46 സെൻറ്ററായി, പിന്നെ 62 സെൻറ്ററായി. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കാലയളവിലാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ പുതിയ പുതിയ തിയേറ്ററുകൾ വന്നാൽ തുടങ്ങി. ഇവിടെ ഏറ്റവും കൂടുതലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലം മാറുന്നതനുസരിച്ചിട്ട് ആൾക്കാർ, പ്രേക്ഷകർ, സിനിമ നല്ലോ ചീത്ത അത് വേറെ സൈഡിലുള്ള കാര്യം, അവർ കംഫർട്ടിൻ്റെ ആൾക്കാരായി വന്നു. ബിക്കോസ് അന്ന് നമ്മളൊരു കാറിൽ വരികയാണെങ്കിൽ എ സി ഇട്ട് തന്നെ പ്രയോജനമില്ല, ജീപ്പിലാണെങ്കിൽ എ സി ഇല്ലാതെ ആണ് വന്നിരുന്നത്. ഇന്നതല്ല. ഇന്ന് ആൾക്കാർ എ സി ഉള്ള കാറുകളിലും എ സി ഇത് ചെയ്യുന്ന സംഭവങ്ങളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ വന്നിരിക്കുന്ന സീറ്റ്സ് ടിക്കറ്റ് റേറ്റ്സോ മറ്റുള്ള കാര്യങ്ങളോ അല്ല, അല്ലാതെ തന്നെ കംഫർട്ട് ആവശ്യമാണ്. തീർച്ചയായും. അപ്പോൾ ആ കംഫർട്ടിൻ്റെ പുറകിൽ നമ്മൾ പോയേ പറ്റുള്ളൂ. റൂമിലെ ചൂട് കൊണ്ട് സിനിമ കാണാൻ പോകുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അതെ. അപ്പോൾ അത് കാരണം ഈ കംഫർട്ടിൻ്റെ പുറകെ പോകുമ്പോഴത്തേക്കും തിയേറ്റർ മെയിൻ്റനൻസ് ഭയങ്കര ഹൈയാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈയാണ്. പിന്നെ ഇതിൻ്റെ പുറമേലെ സാങ്കേതിക വിദ്യകളുടെ മാറ്റം. അന്ന് പ്രൊജക്ടറും നമ്മുടെ പോസിറ്റീവ് ഫിലിംസുമായിട്ട് ഫിലിം ആണ് വന്നിരുന്നത്. ഇന്ന് അത് മാറി ഡിജിറ്റൽ സൗകര്യങ്ങളോട് വന്നു. DTS വന്നു ആദ്യം, അത് കഴിഞ്ഞ് അറ്റ്മോസ് വന്നു. അങ്ങനെ പല 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 ചേഞ്ചസും. അതേമാതിരി സ്ക്രീനിൽ അന്ന് വെറും തുണി എന്ന് പറയുന്ന ഒരു സ്ക്രീനുണ്ട്. ആ സ്ക്രീൻ വലിച്ച് അത് ഇതിൻ്റെയാണ്, ക്ലോത്തിൻ്റെയാണ്. ആ സ്ക്രീൻ പെർഫറേറ്റഡ് സ്ക്രീനാണ്. ഈ പെർഫറേറ്റഡ് സ്ക്രീൻ വലിച്ചു കെട്ടിയിട്ടാണ് സിനിമ കാണിച്ചിരുന്നത്. അത് അതിനുള്ള ഫ്രെയിം വർക്കും നല്ല ഒരു ചുളുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ B&C സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് ഞാൻ പഠിക്കുന്ന കാലത്ത്, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ കുട്ടികളായിട്ട് നമ്മുടെ ഫ്രണ്ട്സായിട്ട് സിനിമക്ക് പോകുമ്പോഴത്തേക്കും ഈ പ്രൊജക്ടർ റൂം തലയ്ക്ക് മുകളിലാണ്, നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ തലയ്ക്ക് മുകളിലാണ്. അത് ഈ ആർക്ക് വെച്ചിട്ട് ഈ പറഞ്ഞ സിനിമയിൽ കാണും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിൽ കുട എടുത്ത് ഇങ്ങനെ വലുതാക്കിയാൽ ഇതിലേക്ക് വെക്കും. മനസ്സിലായ? അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇവിടെ. ഇന്ന് അതൊക്കെ മാറി, കാലഘട്ടമൊക്കെ മാറി കഴിയുമ്പോൾ ഡിജിറ്റൽ സിനിമയിലേക്ക് വന്നു. സൗണ്ട് സിസ്റ്റം നന്നായിട്ട് വന്നു. അപ്പോൾ സൗണ്ട് സിസ്റ്റം അനുസരിച്ചിട്ട് തിയേറ്റർ ഫർണിഷ് ചെയ്യേണ്ടി വന്നു. ഇതെല്ലാം വന്നു മുതൽ മുടക്ക് ഏറ്റവും കൂടുതലുള്ള സമയമായി ഈ സിനിമ. അപ്പോഴാണ് സിനിമയുടെ ട്രാജഡി സ്റ്റാർട്ട് ചെയ്യുന്നത്. സക്സസിൻ്റെ റേഷ്യോ കുറയുന്നു. സക്സസിൻ്റെ റേഷ്യോ കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും തിയേറ്ററിലെ ഇൻകം കുറഞ്ഞു. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അന്നത്തെ ഇലക്ട്രിസിറ്റി ചാർജസ് അല്ല ഇന്ന് വീടുകളിലാണെങ്കിലും സിനിമ തിയേറ്ററിലാണെങ്കിൽ കമേഴ്ഷ്യൽ ടാരിഫായി, റെസിഡൻഷ്യൽ ടാരിഫായി, റെസിഡൻഷ്യൽ ടാരിഫിൽ തന്നെ കമേഴ്ഷ്യൽ ടാരിഫായി. ഇങ്ങനെയൊക്കെ വന്ന് ചേഞ്ചസ് വന്നു കഴിയുമ്പം വലിയ ചിലവാണ് ഒരു സിനിമ. തിയേറ്ററിൽ എ സി ഇല്ലാതെ സിനിമ കാണിക്കാൻ പറ്റില്ല. അപ്പം 10 പേരുണ്ടെങ്കിലും ഓഡിയൻസ് ഉണ്ടെങ്കിലും 100 പേര് ഓഡിയൻസ് ഉള്ള തിയേറ്റർ ആണെങ്കിൽ അതിന് ചിലവ് ഒന്ന്. പിന്നെ എന്തെങ്കിലും ഒരു കറണ്ട് ഫെയിലിയർ വന്നാൽ അതിന് ബാക്കപ്പ് ജനറേറ്റർ വേണം. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ഒരു 45 to 60 kV അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള KV ഉള്ള ജനറേറ്റർ. ആ ജനറേറ്റർ വർക്ക് ചെയ്യുമ്പോൾ മണിക്കൂറിൽ ഇത്ര ഡീസൽ കത്തണം. അപ്പോൾ ഒരു ഷോ കഴിയുമ്പോഴത്തേക്കും 100 പേരുണ്ടെങ്കിലും 20 പേരുണ്ടെങ്കിലും ചിലവ് സെയിം. ഇന്ന് അന്നത്തെ സാലറി സ്കെയിലല്ല ഇന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ചിലവ് കൂടുന്ന ഒരു സാഹചര്യത്തിൽ സിനിമാ തിയേറ്ററിലെ ഏറ്റവും വലിയ റിസ്ക് കളക്ഷൻ ഇല്ലാത്ത സിനിമകൾ വരുന്നതാണ്. ഇപ്പം ഈ അടുത്ത കാലത്തായിട്ടാണ് എനിക്കൊക്കെ വളരെ സന്തോഷം തോന്നിയതും അതായത് ഇനിയും സിനിമ എടുക്കാം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ട്. ഈ തുടരും എന്ന് പറഞ്ഞ സിനിമ, അതിനു മുമ്പ് ഓടിയേക്കുന്ന കുറേ സിനിമകളും ഒക്കെ തന്നെയാണ്. ഇപ്പം തിയേറ്ററുകാരുടെ തന്നെ അനൗൺസ്മെൻറ്റ് നിങ്ങളെല്ലാവരും കണ്ടു കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുറേ കടങ്ങൾ തീർന്നുകൊണ്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ കഴിഞ്ഞ. ഇത് പറയുന്നത് 6 മാസത്തെ സ്ട്രാറ്റജിയാണ്, 6 മാസം കൊണ്ട് സംഭവിച്ച കാര്യം. പക്ഷേ ഇനി വരാൻ പോകുന്ന കാലം എങ്ങനെയാണെന്നുള്ളത് ദൈവത്തിന് അറിയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫെയിലിയർ ഓഫ് ഒരു ബാഡ് സീൻ എന്ന് പറയുന്നത് ഈ തിയേറ്റേഴ്സൊക്കെ അതായത് തിയേറ്ററിൽ ഭൂരിഭാഗം, അത് എല്ലാവരും പൈസക്കാരല്ല. എല്ലാ തിയേറ്റർ ഓണേഴ്സും
അവരുടെ ആഗ്രഹം കൊണ്ട് അവരുടെ കുടുംബ സ്വത്തായ സ്ഥലത്തിൽ തിയേറ്റർ വെച്ചിട്ട് ആ തിയേറ്റർ വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്, അവൻ പ്രമാണിയാണ് ആ സ്ഥലത്ത്. മനസ്സിലായി? തിയേറ്ററിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇൻഫ്ലുവൻസ് കൂടും. അനുഭവിച്ചവനാണ് ഞാൻ. മനസ്സിലായ? നമുക്ക് ഒരു പോലീസ് കോൺസ്റ്റബിളിനടക്കം ഒരു DGP റാങ്കിലുള്ള ഒരു സിനിമ ഇഷ്ടപ്പെടണമെങ്കിൽ അവിടെ വന്ന് സിനിമ കാണണം. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ ഇത് കൊടുക്കുമ്പോഴത്തേക്കും അവർ നമ്മൾ ഇന്ന തിയേറ്ററിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ആവശ്യമായിട്ട് ഒരു 1 വേ പിടിച്ചു, നമ്മൾ പറയണതാണ് ഞാൻ ഇന്ത്യൻ്റെ പ്രൊപ്പറേറ്ററാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ഇതുണ്ടല്ലോ, ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്നുള്ളത്. അത് മാത്രമല്ല സമൂഹത്തിൽ അറിയപ്പെടും ആ തിയേറ്ററിന് ഓണർ ആര്. അപ്പോൾ ആ ഒരു പ്രിസ്റ്റീജ് ലെവലിൽ നിന്നിട്ടാണ് സിനിമാ തിയേറ്റർ ഓണേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഇല്ലാതെ പലരും ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒരു കുറച്ച് പരത്തി പറഞ്ഞ വേറൊന്നുമല്ല, ഇവിടെ ഈ ബാറ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ബാറിൽ ലാഭമൊന്നും പറഞ്ഞു ഇഷ്ടംമാതിരി ബാറ് തുടങ്ങി. പക്ഷേ ആ ലാഭം കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കൺവേർട്ട് ചെയ്ത് ആ ബിസിനസ് പീപ്പിൾ മുഴുവനും പിന്നെ പെട്ടെന്ന് കാശ ഉണ്ടാക്കാൻ പറ്റുന്ന മേഖലയാണ് സിനിമാ തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വന്നു. ഇപ്പോൾ ആ ട്രെൻഡ് മാറിയിട്ട് മാട്രിമോണിയൽ സെൻറ്റേഴ്സായിട്ട്, അതായത് അവർ വിവാഹത്തിന് ഈ ഹോളൊക്കെ മാറ്റി പ്രൊജക്ടറൊക്കെ എടുത്ത് മാറ്റിയിട്ട് സിനിമാ തിയേറ്ററെ കൺവേർട്ട് ചെയ്ത് ഇപ്പം അതാണ് ട്രെൻഡ്. അപ്പം എന്ന് വെച്ചാൽ ഇതിനും ലാഭം. വല്ലപ്പോഴും ഒരു ഇത് നടന്നു കഴിഞ്ഞാൽ AC ഹോളിൽ 1 ലക്ഷം രൂപ വാടക മിനിമം കിട്ടും, അതും അതിൻ്റെ കൂടുതലും. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങനെ ലാഭം കിട്ടും എന്ന് കണ്ടിട്ട് ഇപ്പം അതിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇത് പല തിയേറ്ററുകാരും അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ആലോചിക്കേണ്ട സമയത്താണ് ഒരനക്കം മലയാള സിനിമക്ക് വന്നത്. അപ്പോൾ തിയേറ്ററുകാർക്കും നാച്ചുറലി ഈ സിനിമ നല്ലതായിട്ട് സിനിമ വന്നാൽ, പ്രേക്ഷകരെ ആകർഷിക്കുന്ന സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമാ തിയേറ്റർ അങ്ങനെ വന്നാലേ നിലനിൽക്കൂ. അല്ല നമ്മൾ ഏറ്റക്കുറച്ചുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ പല ആൾക്കാരും പല രീതിയിൽ ചിന്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഫീസിബിളായിട്ട് എല്ലാവരുടെയും കൂടി ഒരു കൂട്ട തീരുമാനമായിട്ട് സിനിമ ഇൻഡസ്ട്രി ഇനിയുള്ള കാലം മുമ്പോട്ട് പോകാൻ പറ്റും. അതിൽ 2-3 കാര്യങ്ങൾ തിയേറ്റർ ഉടമകൾ ആലോചിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നല്ലൊരു സിനിമയാണെന്ന് വിലയിരുത്തണം. ആദ്യം ഏത് സിനിമ അന്ന് റിലീസ് ചെയ്യുന്ന സിനിമകളൊന്ന് കണ്ടിട്ട് അത് വിലയിരുത്തണം. അവർ ഇതെങ്ങനെ ഓടുമോ. ചിലപ്പം നിങ്ങൾക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ശങ്കരാഭരണം എന്ന് പറഞ്ഞ പടം, അത് തെലുങ്ക് ഡബ്ബിങ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ ശങ്കരാഭരണം 365 ദിവസം എന്ന് ഇവിടുത്തെ കവിതാ തിയേറ്ററിൽ കളിച്ചു. ഫസ്റ്റ് 2 days ആരും ഉണ്ടായിരുന്നില്ല. അതേമാതിരി തന്നെ മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കൾ, അതേമാതിരി തന്നെ നിറം, അതേമാതിരി തന്നെ ആകാശദൂത്, സല്ലാപം, ഇങ്ങനെയുള്ള പടങ്ങൾ. അപ്പം നമ്മളൊക്കെ വിലയിരുത്തും ഈ പടം ഓടും. പക്ഷെ നമ്മൾ ഹോൾഡ് ചെയ്യണം. ഓടൂന്ന് പറഞ്ഞിട്ട് സിനിമാ തിയേറ്ററിൽ പടം നിർത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രേക്ഷകരെങ്ങനെ കാണും. അപ്പം അതിനുള്ളൊരു സഹായം അല്ലെങ്കിൽ അവരിനൊരു ക്ഷമ തിയേറ്ററുകാർ ചെയ്തേ പറ്റുള്ളൂ. ബിക്കോസ് നല്ല പടങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ വേണ്ട വിധത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതിയാണ് പലരും പറഞ്ഞു കേട്ടത്. അറിഞ്ഞു കിട്ടി, അറിഞ്ഞു വരണം. ഇപ്പം ആകാശദൂ എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം അവർ അന്ന് റിലീസിൻ്റെ സമയത്ത് എൻ്റെ കൂടെയുണ്ട്. സല്ലാപത്തിൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ഫ്രണ്ടാണ്. ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇവിടെ ഈ ശങ്കരാഭരണം റിലീസ് ചെയ്ത ഡിസ്ട്രിബ്യൂട്ടർ എൻ്റെ ഫ്രണ്ടായിരുന്നു. പക്ഷേ അവരുടെയൊക്കെ അനുഭവങ്ങൾ അവർ പറയുന്നത് വെച്ചാൽ പിന്നെ പടം ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ട് ആകാശദൂതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എന്നാൽ പിന്നെ ഇവിടുന്ന് പോകാം, നമുക്ക് ഇനി സിനിമ വേണ്ട എന്നും പറഞ്ഞിട്ട് നല്ല ബാനറുള്ള പാർട്ടീസാണ്. അവരിവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാൻ പിടിച്ചു നിർത്തിയാണ് ഇവിടെ ഇന്റർനാഷണൽ ഹോട്ടലിൽ റൂം എടുത്ത് കൊടുത്തിട്ട് എൻ്റെ തിയേറ്ററിൽ കളിക്കുന്ന പടമാണ്. അപ്പോൾ എനിക്കൊരു പേഴ്സണലി ഇഷ്ടമുണ്ടല്ലോ. അതിനുശേഷം 3-ാം ദിവസമാണ് ആ പടം ഫുള്ളടിച്ച് വരുന്നത്. അത് 100 days പോയി. ഇതേമാതിരി തന്നെ എനിക്ക് അനുഭവം ഉണ്ട്. മഴവിൽക്കാവടി എന്ന് പറഞ്ഞ പടം, നന്ദനം എന്ന് പറയുന്ന പടം ഞാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള അനുഭവം അത് തന്നെയായിരുന്നു. ഇനീഷ്യൽ ഭയങ്കര ബമ്പറില്ല. പൃഥ്വിരാജ് പുതിയ ആക്ടറാണ്, ആർക്കറിയാം. മനസ്സിലായി? ആകെ ഇഷ്ടം എന്ന് പറഞ്ഞ നടത്തിലെ നായികയായിരുന്നു നമ്മുടെ നവ്യ നായർ. ഞാൻ ഇഷ്ടം എന്ന് പറഞ്ഞ പടവും എൻ്റെ ഫ്രണ്ടിൻ്റെ സിബി മലയിൽ ഡയറക്റ്റ് ചെയ്ത പടമായതുകൊണ്ട് അവരെ പരിചയപ്പെടാൻ ഇടയായത്. അവരെ വിളിച്ചുകൊണ്ട് വന്നാണ് ഞാൻ ഇതിലെ ബാലാമണി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ചെയ്യിപ്പിക്കുന്നത്. അപ്പം ആ പടവും ഈ പറഞ്ഞ മാതിരി 2nd day അല്ലെങ്കിൽ 3rd day ഓൺവേർഡ്സ് ആണ് അത് കളക്ഷനായി വന്നത്. അപ്പം തീർച്ചയായും അതിനുള്ളൊരു സഹകരണം തിയേറ്റർ ഏരിയകളിൽ നിന്നുണ്ടായാലും മലയാള സിനിമ നന്നാവും. ബിക്കോസ് പല ടേസ്റ്റിലുള്ള ആൾക്കാർ എടുക്കുന്ന പടങ്ങളാണ്.
ഞാൻ എടുക്കുന്ന പടങ്ങളായിരിക്കില്ല വേറൊരാൾ എടുക്കുന്നത്, വേറെ പ്രൊഡ്യൂസർ അയാളുടെ ലൈക്കിങ് അനുസരിച്ചിട്ടായിരിക്കും. അതെ. അത് നന്നാവണം എന്നുള്ള ഉദ്ദേശത്തിലാണ് എടുക്കുന്നത്. ഒരു ജെന്യുവിനായിട്ടുള്ള പ്രൊഡ്യൂസറിൻ്റെ കാര്യവും ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ജെന്യുവിനായിട്ടുള്ള ആൾക്കാരുടെ ഒരു അപ്രോച്ച് അന്നത്തെ കാലത്തൊക്കെ അങ്ങനെയാണ്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 20 years ബാക്ക് വരെ പ്രേക്ഷകർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന തിയേറ്ററുള്ളത്. ഇന്ന് തന്നെ നിങ്ങൾക്ക് കാണാം, രാത്രി 12 മണിക്ക് ഷോ നടക്കുന്നുണ്ട് സക്സസ് ആയ സിനിമകൾ, പ്രേക്ഷകർ വരുന്നുണ്ട്. അസമയത്ത് അന്നത്തെ ഈ പ്രേക്ഷകർ വരണമെന്നുണ്ടെങ്കിൽ നല്ല സിനിമയുടെ റിപ്പോർട്ട് കേട്ടിട്ടാണ് വന്നത്. അപ്പോൾ എന്തുകൊണ്ടിട്ട് പ്രേക്ഷകരില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട മാതിരി സബ്ജക്റ്റ് കൊടുക്കുകയും അതേമാതിരി തന്നെ അതിൻ്റെ ഒരു പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വഴിക്കോളിൽ നമ്മുടെ പബ്ലിസിറ്റി എന്ന് പറയുന്ന ഇന്നത്തെ മീഡിയ എങ്ങനെയൊക്കെയാണ് ജനങ്ങളെ അട്രാക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവദൂതൻ എന്ന് പറഞ്ഞ പടം 25 കൊല്ലം മുമ്പ് ഞാൻ റിലീസ് ചെയ്തിട്ട് അതിനുശേഷം ഇപ്പം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബോണി, ഞങ്ങളുടെ കുറേ ആൾക്കാർ, എൻ്റെ മകളുണ്ട്, ബോണിയുണ്ട്, അങ്ങനെ കുറേ കൂട്ടർ ഇതിൻ്റെ പരസ്യം ഏറ്റെടുത്തു. ഇതിൻ്റെ മേക്കിങ്ങിൽ തന്നെ ഇത് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഇറക്കിയത്. അതിൻ്റെ സൗണ്ട് സൈഡാണെങ്കിലും വിഷ്വൽ സൈഡാണെങ്കിലും എല്ലാം തന്നെ. പക്ഷേ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ട് എന്നറിയിക്കാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും വർക്ക് ചെയ്തത്. അപ്പോൾ അത് ജനത്തിലേക്ക് എത്തി. അപ്പോൾ എന്തോ സ്പെഷ്യലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ വന്നത്. എന്നാലും അതിൻ്റെ ഒരു ക്വാളിറ്റി വേറെ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. പ്രേക്ഷകർ കാത്തിരുന്ന ഒരു പടമായിരുന്നു. പക്ഷേ ഇതിന് ഞാൻ പറഞ്ഞ അതിന് പഠിച്ച ഒരു പാഠമാണ്, എന്തിനും ഒരു പ്രൊമോഷൻ ആംഗിൾ കാണണം. ഇപ്പം പണ്ടത്തെ മാതിരി പേപ്പർ വായിക്കുന്ന ആൾക്കാരല്ല. അന്ന് പേപ്പറിൽ പരസ്യം ചെയ്ത് വെച്ചാൽ മതി. ഇന്ന് പേപ്പർ വായിക്കുന്ന ആൾക്കാർ ആരും തന്നെ ഇല്ല. എന്നുവെച്ചാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ ഡെയിലി പേപ്പർ വായിക്കാറില്ല എന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. പേപ്പർ നമ്മൾ വീട്ടിൽ വരുത്തും. ഞങ്ങളൊക്കെ ആ തലമുറയിലെ ആൾക്കാരായതുകൊണ്ട് പേപ്പർ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന പേപ്പർ വരുത്തും. പക്ഷേ എൻ്റെ മകളും എൻ്റെ കൊച്ചുമക്കളും ഒന്നും പേപ്പർ വായിക്കില്ല. അവരെല്ലാം ടാബിലും അല്ലെങ്കിൽ മറ്റേ വടിക്കോളിലും മൊബൈലിലുമാണ് ഡെയിലി ന്യൂസ് എഴുതി വരുമ്പോൾ അറിയുന്നത്. അപ്പോൾ ആ പേപ്പറിൽ പരസ്യം ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ അല്ലാത്ത വിധത്തിൽ പ്രൊമോട്ട് ചെയ്ത് ഇതിലെന്തോ ഉണ്ട് എന്ന് ജനത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ വരും. എങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എല്ലാ വിഭാഗങ്ങളും സന്തോഷകരമാണ്. തിയേറ്റർ ഉണ്ടെങ്കിൽ സിനിമയുള്ളൂ. നല്ല തിയേറ്റർ വേണം. ഇപ്പം തന്നെ ഈ പറഞ്ഞ സിനിമയ്ക്ക് കളക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അറിവിൽ എത്രയോ ആൾക്കാർ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞു. തിയേറ്റർ അപ്ഗ്രേഡ് ചെയ്തു. ബിക്കോസ് ഇന്നത്തെ പബ്ലിക്കിന് എവറിബഡി നോസ് ക്യാമറ എന്താണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ക്ലാരിറ്റി, കളറ്, അതേമാതിരി തന്നെ മറ്റേ വടിക്കുൾ സൗണ്ട്. അപ്പോൾ ആ സൗണ്ടും ഇതെല്ലാം ആസ്വദിക്കാൻ തയ്യാറായിട്ട് വന്നവർ അതേമാതിരി തന്നെ നമ്മൾ സ്നേഹിച്ചാൽ മാത്രമേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം തിയേറ്ററുകാരും അതിനെപ്പറ്റിയൊക്കെ അവെയറാണ്. പക്ഷേ നിലനിൽപ്പിൻ്റെ പ്രശ്നം ഗവൺമെൻറ് സൈഡിൽ നിന്നാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് എഗൻസ്റ്റായിട്ട് പോകുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ. അത് നമ്മൾ കൂട്ടായി പരിശ്രമിച്ച് ആ നിലനിൽക്കേണ്ട. അതിന് ഏറ്റവും വലിയ ഉദാഹരണം മറ്റേ പടത്തിന് പ്രേക്ഷകർ വരിക, സക്സസ് സിനിമകൾ വരിക എന്നുള്ളത് മാത്രമാണ് ഇതിനൊരു പരിഹാരം. തീർച്ചയായും സക്സസ് സിനിമകളൊക്കെ ഉണ്ടാകട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സിനിമാ വ്യവസായത്തെക്കുറിച്ചും സിനിമാ മേഖലയെക്കുറിച്ചും ഒക്കെയാണ്. സോ ഈ ഒരു വ്യവസായത്തിലേക്ക് വരുന്ന അപ്കമിങ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. അവരെടുത്ത് ഇപ്പോൾ സാറിന് എന്താ പറയാനുള്ളത്? ഇത്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, എന്താ പറയാനുള്ളത്? നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു പ്രൊഡ്യൂസറിന് ഒരിക്കലും ഇവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ദോഷമല്ല. അത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നതാണ്. ആ ബിസിനസ്സിൽ എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കും, അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ. അപ്പോൾ അതേമാതിരി തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. ആ സിനിമയിലേക്ക് നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു സിനിമ എടുക്കണം. അത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തീരുമാനിക്കേണ്ടത് എത്ര കോടി രൂപയുടെ അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ സിനിമയാണ് എടുക്കാൻ പറ്റുക. അത് നമ്മുടെ പോക്കറ്റിലെ ബാലൻസ് ഷീറ്റ് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, അതിനു വേണ്ടി ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ സമീപിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ കോക്കേഴ്സ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു മറ്റേ സിസ്റ്റർ കൺസേൺ ആയിട്ട് ഞാൻ തുടങ്ങി. എൻ്റെ മകൾ അതിൽ ഇത് ചെയ്യുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ സജഷൻ അവർ എന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദോസ് ഹു വാണ്ട് ടു മേക്ക് പിക്ചേഴ്സ്, ഫിലിംസ്, വീൽ ഗൈഡ് ചെയ്യും. ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ ഒരു പ്രൊഫഷണൽ
അല്ല നിങ്ങൾ കോഴ്സ് അതെ അതിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആവും, നിങ്ങളുടെ ടൈപ്പ് ഓഫ് സബ്ജക്ട്സ് എന്താണ്, അപ്പോൾ എല്ലാം ഇത് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ. ഓൺലി തിങ് ഞങ്ങളൊരു ഫീസ് എന്ന് പറയുന്നത് എവിടെ പോയാലും ഒരു ഫീസ് ഉണ്ട്. നമ്മൾ അതെന്ന് വിചാരിച്ചിട്ട് ഒരു കട്ട് റോട്ട് ബിസിനസ് പീപ്പിൾ അല്ല. വിൽ ഹെൽപ്പ് യു. അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം കൊണ്ട് എന്തോന്നറിയില്ല, നമ്മളെ സമീപിക്കുമ്പോഴത്തേക്ക് ഒരു 10-50 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രോപ്പർ ഗൈഡൻസ് ഒന്നും ഇല്ലാത്ത പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ എന്നിട്ട് പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് അവർ കമ്മിറ്റ് ചെയ്ത സാധനങ്ങൾ വേണ്ടാന്ന് പറയാൻ ഞങ്ങളാണ്. അപ്പോൾ ബിഫോർ സ്റ്റാർട്ടിങ് നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങളൊരു സിനിമാ പ്രേമിയാണോ, ഒരു കലാകാരനാണോ, ഡെഫിനറ്റ്ലി അണ്ടർലൈൻ കലാകാരൻ, ആസ്വദിക്കാൻ കഴിവുള്ള ഒരാളാണ് എങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ കഴിവുള്ള ഒരാൾ. ആ കഴിവ് നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം, ഒരു പ്രൊഡക്ഷൻ എങ്ങനെ നടത്തണം എന്നുള്ള ബേസിക്കായിട്ട് പഠിച്ചതിന് ശേഷം, നമ്മൾ പറഞ്ഞല്ലോ ഈ കോക്കസ് ഇതിനൊരു പരസ്യമല്ല ഞാൻ ഈ പറയുന്നത്, ഞങ്ങൾ തുടങ്ങി വെച്ചേക്കുന്ന ഒരു പ്രക്രിയ ചെയ്തുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആ കോക്കസ് എന്ന് പറയുന്ന ആ ബ്രാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തളർച്ചയും വളർച്ചയും എല്ലാം കണ്ടു വന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ പരീക്ഷിക്കുക. അങ്ങനെയുള്ള ഒരു സെക്ടറിൽ കൂടെ നിങ്ങൾ ട്രാവൽ ചെയ്യുക, അല്ലാതെ ആരെയും വെച്ചിട്ട് എങ്ങനെയെങ്കിലും സിനിമ എടുക്കണം എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് അത് എന്നിട്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അതില്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ തുടങ്ങിയ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഈ പറഞ്ഞ മാതിരി കളക്ഷൻ പുറത്തു വിടുന്ന. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒന്നും കൂടെ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ വേറെ യാതൊരു ബിസിനസ് നിങ്ങൾ പ്രതീക്ഷിക്കില്ല. ഒരു പടം മോളിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി OTTയോ സാറ്റലൈറ്റ് ഒക്കെ വിറ്റ് പോകാം, മറ്റുള്ള ഔട്ട്സൈഡ് കേരള റിലീസ് ചെയ്യാൻ സാധിക്കും, ഔട്ട് ഓഫ് ഇന്ത്യ റിലീസ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ പിന്നത്തെ കാര്യങ്ങളാണ്. അതൊന്നും മുൻകൂട്ടി കണ്ടുകൊണ്ടും ഒരു സാധാരണക്കാരന് പടം എടുക്കാൻ പറ്റില്ല. പ്രൊവൈഡഡ് നിങ്ങൾ വലിയ സ്റ്റാർട്ടത്തിൽ, അതായത് 10, 25, 30 കോടി ചിലവാക്കി പിടിക്കുന്ന ഒരു സിനിമയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും. ഒരു മീഡിയക്കറിൽ അതിലുള്ള കാര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ഓക്കെ, തീർച്ചയായും. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് എന്നും വർണ്ണ കാഴ്ചകളിൽ ഒരിടം തന്നെയാണ്. അപ്പോൾ അതിന്റെ പുറമോടികൾ കണ്ട് ആകൃഷ്ടരാവാതെ തീർച്ചയായും അതിന്റെ സാങ്കേതിക വിദ്യയും ഉൾക്കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് ശരിയായ ഒരു ഗൈഡൻസോട് കൂടി തന്നെ ബിസിനസ് മനസ്സിലാക്കി തീർച്ചയായും സിനിമയിലേക്ക് കടക്കുക എന്നാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.